തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് തയ്യാറെടുത്ത് ബി.ജെ.പി. 5 മേഖലകളായി തിരിച്ച് മുതിർന്ന നേതാക്കൾക്ക് ചുമതല നൽകി. കോർ കമ്മിറ്റി അംഗങ്ങൾക്കാണ് തിരഞ്ഞെടുപ്പ് ചുമതല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40 സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് തീരുമാനം. തിരഞ്ഞെടുപ്പ് ഏകോപനത്തിന് RSS സംയോജകരെ നിശ്ചയിക്കും. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ശ്രീകാന്ത് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീകാന്ത്, ബി.ജെ.പി. ഏത് തരത്തിലാണ് ഒരുങ്ങുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനായി? ശ്രീകാന്ത്, സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വന്നതിന് തൊട്ടു പിന്നാലെയാണ് സമൂലമായ മാറ്റങ്ങൾ ഒരുങ്ങുന്നത്. നിലവിൽ ഇനി നടക്കാൻ പോകുന്നത് ജില്ലാ ഭാരവാഹികളെ പൂർണ്ണമായി നിശ്ചയിക്കലാണ്. അത് ഈ 10-ാം തീയതിയോടെ തീരും. അതിനുശേഷം 15-ാം തീയതിക്ക് മുൻപായി തന്നെ സംസ്ഥാന ഭാരവാഹികളെ നിശ്ചയിക്കും. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ബി.ജെ.പി. തയ്യാറെടുക്കുകയാണ്. 5 മേഖലകളായി തിരിച്ച് സംസ്ഥാനത്ത് മുതിർന്ന നേതാക്കൾക്കാണ് ചുമതല നൽകിയിട്ടുള്ളത്. കോർ കമ്മിറ്റി അംഗങ്ങളെയാണ് ഈ മേഖലകളിൽ ഓരോന്നിലും ചുമതലക്കാരായി തെരഞ്ഞെടുത്തിട്ടുള്ളതും. തെരഞ്ഞെടുപ്പ് ഏകോപനത്തിന് സംയോജകരെ RSS നിശ്ചയിക്കും എന്നുള്ള കാര്യവും ഇതോടൊപ്പം പുറത്തു വരുന്നുണ്ട്. അത് നേരത്തെ കെ സുരേന്ദ്രൻ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ, സംസ്ഥാന അധ്യക്ഷനായി ഉണ്ടായിരുന്ന ഘട്ടത്തിൽ കെ സുഭാഷിനെ അടക്കം പിൻവലിച്ചിരുന്നു. വീണ്ടും സംസ്ഥാന സംഘടനാ സെക്രട്ടറിയും സംയോജകരും എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം, തൃശൂർ കോർപ്പറേഷനുകൾ പിടിക്കാൻ പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കാൻ അധ്യക്ഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വാധീനമുള്ള നഗരസഭകളിലും പഞ്ചായത്തുകളിലും ഏകോപന ചുമതല മുതിർന്ന നേതാക്കൾക്ക് നൽകാനും തീരുമാനമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40 സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് നിർദ്ദേശം. സ്ഥാനാർത്ഥികളാകുമെന്ന് ഉറപ്പുള്ള നേതാക്കളോട് മണ്ഡലങ്ങളിൽ സജീവമാകാൻ നിർദ്ദേശമുണ്ട്. പാർട്ടി ചുമതലയിലും തെരഞ്ഞെടുപ്പ് രംഗത്തും 30% ന്യൂനപക്ഷങ്ങൾക്കും പുതുമുഖങ്ങൾക്കും സംവരണം നൽകാനും തീരുമാനമായിട്ടുണ്ട്. ശരി, ശ്രീകാന്താണ് ബി.ജെ.പിയുടെ ഒരുക്കങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്.